ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ മുതിർന്ന നേതാക്കളും യുഡിഎഫിന്റെ ഘടകകക്ഷികളും. എന്നാൽ രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഷാഫി പറമ്പിലും സംഘവും. ഷാഫി വിഭാഗത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം രാഹുലിന് വ്യക്തിപരമായി തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. നൃപൻ ചേരുകയാണ്. നൃപൻ, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഷാഫി പറമ്പിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ് ഈ ഒരു സാഹചര്യത്തിൽ? കാരണം മറ്റേ പാരസെറ്റാമോളും സിട്രസും ഒക്കെ കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരവസ്ഥയുണ്ടോ? ഷമ്മി, അതുതന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കുന്നത്. ഈ കാര്യത്തിൽ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ 12 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിനാണ് നാളെ മുതൽ തുടക്കമാകുന്നത്. ആ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കി. ഇത് സ്പീക്കർക്ക് കത്ത് നൽകി. വലിയ തരത്തിലുള്ള താമസത്തിന് ശേഷമാണ് സ്പീക്കർക്ക് ഇക്കാര്യത്തിലുള്ള കത്ത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത്. അപ്പോൾ ഇനി ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ബെഞ്ചുകൾക്ക് നടുവിലായി പ്രത്യേക ബ്ലോക്കിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് കസേര നൽകുക. അത് സംബന്ധിച്ച് ഇന്ന് സ്പീക്കർ 2 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ സ്പീക്കറോട് ചോദിക്കും. സ്പീക്കർ അത് സംബന്ധിച്ച വിശദീകരണങ്ങളും നൽകും. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട, അതായത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കാര്യം ഈ പറഞ്ഞ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം സൈബർ ഹാൻഡിലുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഗ്രൂപ്പ് സൈബർ ടീം വ്യാപകമായി നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുന്നതാണ്. അത്തരത്തിലൊരു ആക്രമണം നേരിടാൻ നേതാക്കളാരും ശക്തരല്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ തന്നെ ഇത് വ്യക്തിപരമായി തീരുമാനിക്കട്ടെ എന്ന കാര്യം പറഞ്ഞ് നേതാക്കൾ ഒഴിയുന്നത്. അത് എങ്ങനെയാണ് ശരിയാകുമെന്ന ചോദ്യത്തിന് അവർ മറുപടി നൽകുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. ആ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തുന്നു. കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുന്നു. ഒപ്പം തന്നെ നൃപൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ സഭയിൽ വന്നിരിക്കുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സീറ്റും ഒരു സംവിധാനവും ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അത് ഒരു ഭാഗം. 2, ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ചേർന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ സൈബർ ആക്രമണത്തിന് കൂടി കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലേ? ഒരു പ്രതിപക്ഷ നേതാവിനെ തെരുവിലിട്ട് ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ട് ഒരു വാക്ക് എതിർത്ത് പറയാൻ KPCCയുടെ അധ്യക്ഷന് നാവ് പൊന്തുന്നില്ല. ഒരക്ഷരം പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കഴിയുന്നില്ല. എത്ര മോശമായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഈ ഷാഫിയുടെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സൈബർ ഗുണ്ടകൾ. ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ നിയമസഭയിൽ സ്വാഭാവികമായി? തീർച്ചയായും രാഹുലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും നേതൃത്വം നൽകുന്ന സൈബർ ഹാൻഡിലുകളിൽ നിന്ന് വ്യക്തിപരമായ അധിക്ഷേപം തുടർച്ചയായി ഉണ്ടാകുന്നു. അവസാനം പ്രതിപക്ഷ നേതാവ് VD സതീശനെ തന്നെ ഈ സൈബർ ഗ്രൂപ്പുകളെ പരസ്യമായി കളയേണ്ടി വന്നത്. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അത് അടഞ്ഞ അധ്യായമാണ് എന്ന തരത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നു. മാത്രമല്ല സൈബർ രംഗത്ത് ചിലർ നടത്തുന്ന അതിക്രമങ്ങളെ അദ്ദേഹം ഏത് തരത്തിൽ കൊടുങ്കാറ്റ് വന്നിരുന്നാലും പാർട്ടി നേരിടും എന്ന തരത്തിൽ അദ്ദേഹം താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത് നേരത്തെ ഈ സൈബർ ഗ്രൂപ്പ് ഈ VD സതീശനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നയിക്കുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നേരത്തെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെ ലീഡ് ചെയ്തിരുന്നത് റീൽസുകളിലൂടെ ലീഡർ പരിവേഷം നൽകി പരമാവധി ലീഡ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ഇപ്പോൾ അത് തന്നെ തനിക്ക് നേരെ തിരിയുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം തന്നെ കൂടുതൽ പ്രതിരോധത്തിലാവുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇത് രാഷ്ട്രീയ ആയുധമായി ഭരണപക്ഷം ഉയർത്തിക്കാട്ടും.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തുടർച്ചയായി മറുപടി പറയേണ്ടി വരും. കേസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, കേസ് അന്വേഷണത്തിൻ്റെ തുടർച്ച പുറത്തുണ്ടാകും. അത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകും. UDF ലീഡർഷിപ്പിനും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട്, മുതിർന്ന നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ലീവ് എടുത്ത് മാറി നിൽക്കണം, അവധിയെടുത്ത് മാറി നിൽക്കണം എന്ന നിലപാടാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പക്ഷേ ഇത് ആര് രാഹുലിനോട് പറയും എന്നതാണ്. അങ്ങനെ പരസ്യമായി KPCC അധ്യക്ഷനോ കോൺഗ്രസിൻ്റെ നേതാക്കളോ പറഞ്ഞാൽ അവർ തന്നെയായിരിക്കും അടുത്ത ടാർഗറ്റ് ചെയ്ത് ഈ സൈബർ ഗുണ്ടകൾ, സൈബർ ടീം വല്ലാത്ത രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ആക്രമിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് നേതാക്കൾ പറയുന്നില്ല, രാഹുൽ തന്നെ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ള. പക്ഷേ നേതാക്കൾ ഇക്കാര്യം രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പങ്കെടുക്കുന്ന കാര്യം അദ്ദേഹം വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. നാളെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്, 12 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനം. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ സജീവമായി ചർച്ച ചെയ്യുകയും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് വിഷയങ്ങളിൽ പോകാനുമാണ് സാധ്യതയുള്ളത്. ഷമി, നൃപൻ, ഈ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വന്നാലും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശന് എത്രമാത്രം കഴിയും? ഇപ്പോൾ ഉമാ തോമസിനൊക്കെ ഒരു പ്രസ്താവനയുടെ പേരിൽ നേരിടേണ്ടി വന്നത് ഒരു ജന്മത്തെ സൈബർ അറ്റാക്കാണ്. അത്രമാത്രം ആക്ഷേപകരമായ പരാമർശങ്ങളാണ് ആ MLAക്ക്, ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് ഈ ഷാഫി പറമ്പിലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെയും ആത്മാർത്ഥമായി ന്യായീകരിക്കാനോ എന്തെങ്കിലും ഒരു അക്ഷരം പറയാനോ നിയമസഭയിൽ തയ്യാറാവുക? അങ്ങനെ തയ്യാറായാൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്തിൻ്റെ കൈകളിലേക്ക് അവർ ആയുധം ഇട്ടുകൊടുക്കുകയായിരിക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലേ? തീർച്ചയായും ഷമ്മി, രാഹുൽ സഭയിൽ വരികയാണെങ്കിൽ ആരുടെ ഭാഗമാണ് പറയുക? സഭയുടെ നടപടിക്രമങ്ങൾ പ്രകാരം അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്താൽ ആരുടെ ഭാഗമാണ് പറയുക? അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾക്ക് UDFൻ്റെ പിന്തുണയുണ്ടാകുമോ? കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ? ഭരണപക്ഷം ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ എതിർപ്പ് ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഭരണപക്ഷത്തിന് അതിരൂക്ഷമായ വിമർശനവും എതിർപ്പും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ രാഹുലിന് പിന്തുണ നൽകാൻ UDFൻ്റെ ബെഞ്ച് തയ്യാറാകുമോ? പ്രതിപക്ഷ ബെഞ്ച് ഇതിന് തയ്യാറാകുമോ എന്നതൊക്കെയാണ് ചോദ്യം. പക്ഷേ നേരത്തെ ഷമി ചോദിച്ചതുപോലെ നിരവധി ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറയേണ്ടി വരും. ഈ കേസുണ്ടായ സാഹചര്യം, കേസിനുണ്ടായ ഉറവിടം, 3.5 വർഷത്തിന് മുമ്പ് തന്നെ ഈ നടി തന്നെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഭാഗം, ഒപ്പം തന്നെ ഇത്തരം കേസുകൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുള്ള കുടുംബത്തിൽപ്പെട്ട പലർക്കും സമാനമായ പരാതിയുണ്ട്. AICCക്ക് 9ഓളം പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം പരാതികളിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞിട്ട് എന്ത് നടപടിയെടുത്തു? അതിനുശേഷം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം? അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 3.5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവിന് ഈ പെൺകുട്ടി, ഈ യുവനടി കത്ത് നൽകി, പരാതി നൽകി. എന്നിട്ട് എന്ത് നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? അദ്ദേഹത്തിന് വളം വെച്ച് കൊടുത്തത് അദ്ദേഹമാണെന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഷമ്മി ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായും ഈ പരാതികൾ സംബന്ധിച്ച് രേഖാമൂലം പരാതികൾ, മറ്റ് പലതരത്തിലുള്ള പരാതികളുണ്ടല്ലോ. അതുതന്നെയാണല്ലോ ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് തന്നെ നേരിട്ട് പരാതി ലഭിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അവസാനം നടപടിയെടുക്കാൻ നിർബന്ധിതരായത്. നടപടിയിൽ തന്നെ അവ്യക്തതയുണ്ട്. സംഘടനാ നടപടിയെടുത്താൽ, സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കാലാവധി എത്രയാണ്? സസ്പെൻഷൻ നടപടി അദ്ദേഹത്തിൻ്റെ വഹിക്കുന്ന പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ KPCC അംഗമാണ്. KPCC അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അംഗത്വം അസാധുവായിട്ടുണ്ടോ? നിയമസഭയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്ന് പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ നിയമസഭയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിൽ പ്രതിയായാൽ അദ്ദേഹത്തിന് നിയമസഭയിൽ പങ്കെടുക്കാനുള്ള അനുമതി വ്യക്തിപരമായി കോൺഗ്രസിന് നൽകാനാകുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ VD സതീശൻ മറ്റ് പല സ്ത്രീ വിഷയങ്ങളിലും കേരളത്തിലെടുത്ത ഒരു നിലപാടുണ്ട്. അത് മുഴുവൻ റദ്ദാക്കുന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സംഭവിച്ചത്. രണ്ടാമത് അദ്ദേഹത്തിന് സൈബർ ടീമിൻ്റെ നേതൃത്വത്തിൽ വല്ലാതെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രതിരോധത്തിലായി എന്ന കാര്യമൊക്കെ വസ്തുതയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് VD സതീശനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഈ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ശേഷം പവർ ഗ്രൂപ്പിലേക്ക് കോൺഗ്രസ് പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്ന ടീമിലേക്ക്, VD സതീശൻ നയിക്കുന്ന ടീമിലേക്ക് വരികയും ചെയ്ത ശേഷം കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ എല്ലാം തീരുമാനിച്ചിരുന്നത് ഈ പവർ ഗ്രൂപ്പാണ്. അതിൽ നിന്നാണ് ഈ വിള്ളലുണ്ടാകുന്നത്. രാഹുൽ ഈ കേസിൽ പ്രതിയാവുന്നത്, വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്, UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ
പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ന്യായമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളോട്, കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട്, നേതാക്കളോട് മറുപടി പറയേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വാഭാവികമായി വി ഡി സതീശനാണ്. അത്തരം ചോദ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വേലിയേറ്റമായിരിക്കും നിയമസഭാ സമ്മേളനത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുക. അത്തരമൊരു വേദി ഒരുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ്റെയും UDF കൺവീനറിൻ്റെയും ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെയും പിന്തുണ ആർക്കൊപ്പമാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അവസാന ദിവസങ്ങൾ, ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രാഥമിക അംഗത്വത്തിലുള്ള ആളല്ല, UDF ജനപ്രതിനിധി അല്ല എന്ന തരത്തിൽ കത്ത് നൽകി എന്ന് ചോദിച്ചാൽ വി ഡി സതീശന് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോട് യോജിപ്പില്ല. അങ്ങനെ പരസ്യമായി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. മറ്റ് നേതാക്കൾ പരസ്യമായി രാഹുലിനെ തള്ളിപ്പറയാത്തതും അദ്ദേഹം പങ്കെടുക്കേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ കത്ത് നൽകാത്തതും അദ്ദേഹവും വ്യക്തിപരമായ അതിക്രമങ്ങളെ ഓരോ നേതാക്കളും ഭയക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇത് സംബന്ധിച്ച് ഈ സൈബർ ആക്രമണത്തിൽ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും നേതൃത്വം നൽകുന്ന ചേരിയുടെ വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ, സമ്മർദ്ദത്തിന് നേതൃത്വം വഴങ്ങുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരുപക്ഷേ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിയമസഭാ സമ്മേളനത്തിനായിരിക്കും നാളെ തുടക്കം കുറിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിശദമായ റിപ്പോർട്ടാണ് നൃപൻ നൽകിയത്.